ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി കഥ കേൾക്കാം. 2022 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് ദ ഇമാക്കുലേറ്റ് റൂം. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ 50 ദിവസങ്ങൾ ഒരു എംപ്റ്റി റൂമിനുള്ളിൽ താമസിക്കണം. അങ്ങനെ ചെയ്താൽ $5 മില്യൺ സമ്മാനമായി ലഭിക്കുന്നത്. ഏകദേശം 40 കോടി രൂപയ്ക്ക് മുകളിൽ. അങ്ങനെ അതിന് തയ്യാറായി വരികയാണ് രണ്ട് കപ്പിൾസ്. മൊബൈൽ ഫോണില്ല, ടി വി ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, ഒരു പുസ്തകം പോലുമില്ല. അങ്ങനെ യാതൊരു എൻ്റർടൈൻമെൻറ്റുമില്ല. ആ റൂമിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ബെഡ് മാത്രമാണ്. അവർക്ക് ആ സമ്മാനത്തുക നേടാൻ പറ്റുമോ എന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. എല്ലാവർക്കും മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. സിനിമയുടെ ആദ്യം കാണിക്കുന്നത് ഒരു ശൂന്യമായ മുറിയിലേക്ക് കടന്നു വരുന്ന കപ്പിൾസായ മൈക്കിനെയും ഗേറ്റിനെയുമാണ്. ആ ശൂന്യമായ മുറിയിൽ അവിടെ ആകെ ഉള്ളത് ഒരു ബെഡ് മാത്രമാണ്. ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടുപേരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ 50 ദിവസങ്ങൾ ഈ റൂമിൽ ചെലവഴിക്കണം. അങ്ങനെ ചെയ്താൽ $5 മില്യൺ സമ്മാനത്തുകയായി ലഭിക്കുക. ഏകദേശം 42 കോടി രൂപ. എന്നാൽ പകുതിക്ക് വെച്ച് ആരെങ്കിലും ഒരാൾ കിറ്റ് ചെയ്താൽ സമ്മാനത്തുക $1 മില്യൺ ആയിട്ട് കുറയുകയും ചെയ്യും. പക്ഷേ ഗേറ്റിനും മൈക്കിനും 50 ദിവസം എന്നത് വെറും നിസ്സാരമാണെന്നാണ് തോന്നുന്നത്. ഒരു പണിയും ചെയ്യണ്ടല്ലോ, വെറുതെ ഇങ്ങനെ ഇരുന്നാൽ പോരെ. നമുക്ക് കിട്ടുന്ന പണം തുല്യമായിട്ട് വീതിക്കണം. അങ്ങനെ ചെയ്താൽ നീ ആ കാശ് കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് മൈക്ക് പറയുന്നു. എന്നാൽ ഗേറ്റ് പറയും അവൾക്ക് കിട്ടുന്ന കാശ് അവൾ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. ശരിക്കും അത് പൊളിച്ചല്ലോ എന്ന് മൈക്ക് അവളോട് പറയും. രണ്ടുപേരും ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. ഈ സമ്മാനത്തുക കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഈ റൂമിൽ ഒരു AI വോയിസ് സിസ്റ്റം ഉണ്ട്. ഇവർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഓർമ്മിപ്പിക്കുന്നത് ആ വോയിസ് സിസ്റ്റമാണ്. അങ്ങനെ റൂൾസ് എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം അവർ ആ റൂം മുഴുവൻ ചുറ്റി നടന്ന് നോക്കുകയാണ്. ആ മുറിയിൽ ആകെ ഉള്ളത് ഒരു വൈറ്റ് ബെഡ് മാത്രമല്ല ആ മുറി മുഴുവൻ വൈറ്റ് കളറാണ്. കൂടാതെ ഒരു ബാത്റൂം കൂടിയുണ്ട്. റൂൾസിൽ പറയുന്നത് ഒരു സമയം ഒരാൾ മാത്രമേ ബാത്റൂമിൽ കയറാവൂ എന്നാണ്. കൂടാതെ ആ മുറിയിൽ ഒരു ചുവന്ന ബട്ടൺ ഉണ്ട്. ആർക്കെങ്കിലും കിറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ആ ബട്ടൺ ഞെക്കാം. പിന്നെ കഴിക്കാനുള്ള ഫുഡ് വേണുമ്പോൾ അവിടെ ഒരു ടച്ച് സ്ക്രീൻ ഉണ്ട്. അത് സെലക്ട് ചെയ്താൽ അവർക്കുള്ള ഫുഡ് അപ്പോൾ വരും. കൂടാതെ എക്സിറ്റ് ഡോറിൻ്റെ മുകളിലൊരു ക്ലോക്ക് കൂടിയുണ്ട്. ഇനി ബാക്കി എത്ര ദിവസമുണ്ടെന്ന് അതിൽ അറിയാൻ സാധിക്കും. ഒരു ദിവസം അവരുടെ ശരീരത്തിൽ എന്തൊക്കെ ന്യൂട്രീഷ്യൻസ് ആണോ വേണ്ടത് അതെല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫുഡാണ് അവർക്ക് നൽകുന്നത്. പക്ഷേ അതിനാണെങ്കിൽ ഒരു രുചിയുമില്ല. കൂടാതെ നേരം വെളുക്കുമ്പോഴും ഉച്ചയാകുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും പിന്നെ രാത്രിയാകുമ്പോഴും ഈ സമയങ്ങളിലെല്ലാം ആ മുറിയിലുള്ള ലൈറ്റുകൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകും. വേണമെങ്കിൽ അവിടെയുള്ള ടച്ച് സ്ക്രീൻ യൂസ് ചെയ്ത് അവർക്ക് അലാറം സെറ്റ് ചെയ്യാം. അങ്ങനെ ആദ്യ ദിവസം ഒരു കുഴപ്പവുമില്ലാതെ കടന്നുപോയി. പിറ്റേന്ന് നേരം വെളുത്തു. ഗേറ്റാണ് ആദ്യം ബാത്റൂമിൽ പോകുന്നത്. അവിടെ ചെന്ന് കണ്ണാടിയിൽ നോക്കി അവൾ സ്വയം തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. കുളി കഴിഞ്ഞ് അവർ ഇട്ടിരിക്കുന്ന മുഷിഞ്ഞ വസ്ത്രം അവിടെയുള്ള ലോണ്ടറിയിലേക്ക് വെച്ചാൽ മതി. ഇടാനുള്ള പുതിയ വസ്ത്രവും അവിടെ നേരത്തെ തന്നെ വെച്ചേക്കും. ഇടാൻ കൊടുക്കുന്നതാണെങ്കിലോ ഒരു പൈജാമ പോലത്തെ ഡ്രസ്സാണ്. രണ്ടുപേർക്കും 2 കളറിലുള്ള പൈജാമ. എന്നാൽ അവർക്ക് കൊടുക്കുന്ന ഫുഡാണ് സഹിക്കാൻ പറ്റാത്തത്. 3 നേരവും ഒരേപോലെയുള്ള ഒരു വൈറ്റ് ഷേക്ക്. അതിനാണെങ്കിൽ ഒരു രുചിയുമില്ല. അപ്പോൾ ഗേറ്റിനൊരു സംശയം, ഈ പ്രൊഫസർ വോയാൻ എന്ന് പറയുന്ന ആൾ എന്തിനാണ് ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ മൈക്ക് പറഞ്ഞു, ഇതിനു മുൻപ് ഞാൻ ഇയാളുടെ വേറൊരു ഡോക്യുമെൻ്ററി കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഒരു കുടുംബത്തെ വെച്ച് അയാൾ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. $150 മില്യൺ അയാൾ അതിനുവേണ്ടി ചിലവാക്കിയത്. പക്ഷേ ആ ഡോക്യുമെൻ്ററിയുടെ അവസാനം ഭാര്യ ഭർത്താവിനെ വെടിവെച്ചു കൊന്നു. കാരണം അയാളെ മറ്റൊരു സ്ത്രീയോടൊപ്പം അവർ കണ്ടെത്തി. ഇപ്പോൾ ആ ഭാര്യ ജയിലിലാണ്. ഒരു മകനുണ്ടായിരുന്നത് എവിടെ പോയെന്ന് പോലും അറിയില്ല. മകളാണെങ്കിലോ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഗേറ്റ് ചോദിക്കും അയാൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ മൈക്ക് പറയും ഒരുപക്ഷെ അയാളെക്കുറിച്ച് ആർക്കും അറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കും. ഇതുവരെ അയാളെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുമുണ്ട് 48 ദിവസം. എന്നാൽ ഇപ്പോൾ തന്നെ മൈക്കിന് നല്ല ബോറടിച്ചു തുടങ്ങി. ചില സമയത്ത് അവൻ അങ്ങനെ ആ ക്ലോക്കിലേക്ക് തന്നെ നോക്കി നിൽക്കും. എന്നാൽ ഗേറ്റ് ബോറടി മാറ്റാൻ വേണ്ടി യോഗയാണ് ചെയ്യുന്നത്. അപ്പോൾ മൈക്ക് പറയുന്നു ഇവിടെ ആകെ വെള്ള നിറം മാത്രമല്ലേ ഉള്ളൂ. ഇത് കണ്ടിട്ട് എനിക്ക് വെള്ള നിറത്തോട് വെറുപ്പ് തോന്നുന്നു. അപ്പോൾ ഗേറ്റ് പറയും നീ ആദ്യം ആ ക്ലോക്കിലേക്ക് തുറച്ചു നോക്കുന്നത് നിർത്ത്. പ്രൈസ് മണിയിലേക്ക് മാത്രം മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യ്. അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് റൂമിലെ ലൈറ്റ് മാറുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി ആയിരിക്കുകയാണ്. പക്ഷേ കിടന്നിട്ട് മൈക്കിന് ഉറക്കം വരുന്നതേയില്ല. അങ്ങനെ നേരം വെളുത്തു. പതിവ് പോലെ തന്നെ ഗേറ്റ് കണ്ണാടിയിൽ നോക്കി സ്വയം മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ശേഷം ബെഡെല്ലാം മടക്കി വെക്കുന്നു. പിന്നീട് സമയം പോകാൻ അവർ ഓരോ കളികൾ കളിക്കുകയാണ്. വ്യായാമം ചെയ്യാൻ വേണ്ടി മൈക്ക് ആ മുറിയിൽ മുഴുവൻ കിടന്ന് ഓടാൻ തുടങ്ങി. ആ സമയത്ത് ഗേറ്റ് യോഗ ചെയ്യുകയാണ്. പിന്നെയും ബോറടി മാറ്റാൻ ഡാൻസ് കളിക്കുന്നു, കൈകൊട്ടി കളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും കിടന്ന് ഉറങ്ങുന്നു. പിറ്റേ
പിറ്റേന്ന് നേരം വെളുക്കുന്നു, വീണ്ടും എഴുന്നേറ്റ് കുളിക്കുന്നു, ബോറടി മാറ്റാൻ ഓരോ കളികൾ കളിക്കുന്നു, യോഗ ചെയ്യുന്നു, വ്യായാമം ചെയ്യുന്നു, അങ്ങനെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തു പോകുന്നു. എല്ലാ ദിവസവും ഒരേപോലെയുള്ള ജീവിതം. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. TV ഇല്ല, ഫോണില്ല, ഒന്നുമില്ല. ഇപ്പോൾ സമയം എത്ര ആയെന്ന് പോലും അറിയുകയില്ല. മാത്രമല്ല കഴിക്കാൻ നല്ല ആഹാരം പോലും കിട്ടുന്നില്ല. അങ്ങനെ ഒരേ കാര്യങ്ങൾ ചെയ്ത് ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഇനി ബാക്കിയുള്ളത് 23 ദിവസമാണ്. രണ്ടുപേർക്കും ശരിക്ക് ബോറടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം തറയിൽ ഒരു ചെറിയ വണ്ട് കിടക്കുന്നത് അവൻ കാണുന്നത്. അതിനെ കണ്ടതും അവൻ ചെന്ന് അതിനോട് കാര്യം പറയുന്നു. അതിനുശേഷം അതിന് കഴിക്കാൻ വേണ്ടി അവരുടെ കുറച്ച് ആഹാരവും കൂടി കൊടുക്കുന്നു. എന്നാൽ പെട്ടെന്ന് അവിടെ സിസ്റ്റത്തിന്റെ അനൗൺസ്മെന്റ് വരുന്നു. നിങ്ങൾക്ക് തന്ന ഫുഡ് നിങ്ങളുടെ മാത്രമാണ്, അത് വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഞാൻ ഇതിനെ ഒന്ന് വെളിയിലോട്ട് വിട്ടോട്ടെ, ഇല്ലെങ്കിൽ ഇത് ഇവിടെ കിടന്ന് മരിക്കും. സത്യമായിട്ടും ഞാൻ പുറത്തേക്ക് പോകില്ല, ഇതിനെ മാത്രം ഒന്ന് പുറത്തേക്ക് വിട്ടാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ആ ബട്ടൺ അമർത്താൻ പോവുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അവൻ പറഞ്ഞു അതിന് ഞാൻ പുറത്തേക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു റൂൾസിൽ പറഞ്ഞേക്കുന്നത് ഈ ബട്ടൺ എപ്പോൾ ഞെക്കുന്നോ അപ്പോൾ പുറത്താകുമെന്നാണ്. അപ്പോൾ അവൻ പറയുന്നു പക്ഷേ ഞാൻ പുറത്തേക്ക് പോകുന്നില്ലല്ലോ, ഇതിനെ ഒന്ന് പുറത്തേക്ക് വിട്ടാൽ മതി, ഇത് വെറും ചെറിയ ഒരു വണ്ടല്ലേ, ഇതിന് ജീവനുണ്ട് ഗേറ്റെന്നും പറഞ്ഞ് അവൻ അതിനെ കൊണ്ടുചെന്ന് താഴെ വെക്കുന്നു. അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ ഒന്നും കേൾക്കുന്നില്ല. അവസാനം രണ്ടുപേരും കൂടി വലിയ വഴക്കാകുന്നു. വഴക്കിന്റെ ഇടയിൽ അവൾ ദേഷ്യത്തിൽ നടന്നുപോയതും അറിയാതെ അവൾ ചെന്ന് ചവിട്ടുന്നത് ആ വണ്ടിന്റെ പുറത്തായിരുന്നു. അതോടെ അത് ചത്തുപോകുന്നു. സോറി, ഞാൻ അറിയാതെ ചെയ്തതാണെന്ന് അവൾ പറഞ്ഞെങ്കിലും അവൻ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. മൈക്കാണെങ്കിൽ ഇപ്പോൾ വല്ലാത്ത ഡിപ്രഷൻ അടിച്ചിരിക്കുവാണ്. ചെയ്യാനായിട്ട് ഒന്നുമില്ലല്ലോ, എല്ലാ ദിവസവും ഇങ്ങനെ വെറുതെ ഇരിക്കുക. ഇവർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും അവർക്കൊരു ട്രീറ്റ് എടുക്കാം. പക്ഷേ ഒരു ട്രീറ്റിന് $10,000 ചെലവ്. എന്നാൽ എന്ത് ട്രീറ്റാണ് കിട്ടുന്നതെന്ന് അവർക്ക് മുൻകൂട്ടി അറിയാനും പറ്റില്ല. ബോറടി കാരണം മൈക്ക് ഒരു ട്രീറ്റ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ തൻ്റെ ട്രീറ്റ് എടുക്കാൻ ഗേറ്റിന് സമ്മതമല്ലായിരുന്നു. വെറുതെ എന്തിനാണ് $10,000 കളയുന്നത്? എന്നാൽ മൈക്കിന് അങ്ങനെ വെറുതെ ഇരിക്കാൻ വയ്യാത്തതിനാൽ $10,000 ചിലവിട്ട് അവൻ ഒരു ട്രീറ്റ് എടുക്കുന്നു. എന്നാൽ കിട്ടിയതോ ഒരു പച്ച കളർ ക്രയോൺ എങ്കിൽ ക്രയോൺ. അത് വെച്ച് അവൻ അവിടെയുള്ള ചുവരിൽ മുഴുവൻ പടം വരയ്ക്കാൻ തുടങ്ങി. ഇതെല്ലാം ഗേറ്റ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് അവൾ അവൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ ചിത്രം കൂടി വരച്ചു തരാമോ എന്ന് ചോദിക്കുന്നു. അവൻ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ അവളുടെ പടം വരയ്ക്കുന്നത് ഒട്ടും ശരിയാകുന്നില്ല. അത് കണ്ട് ദേഷ്യം വന്ന് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ ആ ക്രയോൺ തീരുന്നതുവരെ പടം വരയ്ക്കൽ തന്നെയായിരുന്നു അവൻ്റെ പണി. അതേസമയം അവൻ കൈ കഴുകിയ വാഷ് ബേസിൻ മുഴുവൻ പച്ച നിറം പിടിച്ചിരിക്കുകയാണ്. അത് കണ്ട് ഗേറ്റിന് നല്ല ദേഷ്യം വരാൻ തുടങ്ങി. എന്നാൽ പിന്നീട് അവൾ ചെന്ന് അവനോട് മാപ്പ് പറയുന്നു. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, ഇത് ഇത്രയും പാടായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും ഇനി 20 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരു ദിവസം ഗേറ്റ് ബാത്റൂമിൽ ചെല്ലുമ്പോൾ കാണുന്നത് അവിടെ ഒരു തോക്കിരിക്കുന്നു. അത് കണ്ട് രണ്ടുപേരും ശരിക്ക് പേടിച്ചു പോകുന്നു. മാത്രമല്ല അതിൽ നിറച്ച് ബുള്ളറ്റും ഉണ്ടായിരുന്നു. അവസാനം അവർ ആ ബെഡിൻ്റെ അടിയിൽ തോക്ക് ഒളിപ്പിച്ചു വെക്കുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കണക്ഷൻ തുടങ്ങാൻ പോകുന്നുവെന്ന് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു. എന്നുവെച്ചാൽ അവരുടെ ബന്ധുക്കൾ അവർക്ക് അയച്ചു കൊടുത്ത വീഡിയോ മെസ്സേജ് കാണാനുള്ള സമയം. മൈക്കിന് അവൻ്റെ അനിയത്തിയുടെ മെസ്സേജാണ് കിട്ടുന്നത്. തനിക്കും തൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും സുഖമാണെന്ന് അവൾ പറയുന്നു. എന്നാൽ അവളുടെ വിചാരം ഇപ്പോൾ മൈക്കിന് ഗേറ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നാണ്. അനിയത്തിയെ കണ്ടതും അവൻ ഒരുപാട് ഹാപ്പിയാകുന്നു. അടുത്തതായിട്ട് ഗേറ്റിനുള്ള കണക്ഷനാണ്. പക്ഷേ അവൾക്ക് കണക്ഷൻ ചെയ്യാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. എന്നാൽ വീഡിയോ കണ്ടതും അവൾ ആകെ ഷോക്കായി. എന്താണെന്ന് വെച്ചാൽ അത് അവളുടെ അച്ഛൻ്റെ വീഡിയോ ആയിരുന്നു. ഇത്രയും നാൾ അയാൾ കഴിഞ്ഞിരുന്നത് തെരുവിലാണ്. എന്നാൽ ഇപ്പോൾ താൻ ഒരു അഗതി മന്ദിരത്തിലേക്ക് മാറിയെന്ന് അയാൾ പറഞ്ഞു. എന്നാൽ അതൊന്നും കാണാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഒരുപാട് തവണ അവൾ വീഡിയോ നിർത്താൻ പറഞ്ഞിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. അത് കാരണം അവൾ ഓടിച്ചെന്ന് ഒരു മൂലയ്ക്കിരുന്ന് കരയാൻ തുടങ്ങി. അത് കണ്ട് മൈക്കും അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു വീഡിയോ കാരണം അവൾ ആകെ അങ്ങ് ഡിപ്രസ്ഡ് ആയിപ്പോയി. പിറ്റേന്ന് പതിവ് സമയം ആയിട്ട് പോലും അവൾ എഴുന്നേൽക്കുന്നില്ല. ദിവസം മുഴുവനും അവൾ ആ ബെഡിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അവൻ വന്ന് വിളിച്ചിട്ട് പോലും അവൾ എഴുന്നേൽക്കുന്നില്ല. പിന്നീടാണ് അവൾ എന്തിനാണ് കരഞ്ഞതെന്ന് പറയുന്നത്. ഞാൻ നിന്നോട് എൻ്റെ അച്ഛനെപ്പറ്റി പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. ഞാൻ അയാളെ കണ്ടിട്ട് വർഷങ്ങളായി. അയാളെക്കുറിച്ച് ഓർക്കാൻ കൂടി എനിക്ക് ഇഷ്ടമല്ല. എപ്പോഴും മദ്യം കുടിക്കാൻ മാത്രമായിരുന്നു അയാൾക്ക് ഇഷ്ടം. അത് കാരണം അയാൾ എൻ്റെ സ്കൂൾ ഫീസ് പോലും അടച്ചിട്ടില്ല. വീടിൻ്റെ വാടക പോലും അടക്കില്ലായിരുന്നു. അയാൾ കാരണം സാധാരണ കുട്ടികളെ പോലെ ജീവിക്കാനും എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു അച്ഛനുണ്ടെന്ന് പറയുന്നത് പോലും എനിക്ക് നാണക്കേടായിരുന്നു. ഇനി വെറും 19 ദിവസം കൂടിയേ അവർക്ക് ബാക്കിയുള്ളൂ. അപ്പോഴേക്കും ഗേറ്റ് ഈ പരുവമായിട്ട് മാറി. മൈക്കാണെങ്കിൽ സമയം പോകാൻ വേണ്ടി താൻ വരച്ച പടത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി. ശേഷം തൻ്റെ പൈജാമയിലുള്ള ലേബലൊക്കെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് വായിക്കുകയാണ്. എന്തോ പ്രസംഗം നടത്തുന്നത് പോലെയാണ് അവൻ അതൊക്കെ വായിക്കുന്നത്.
ഓരോ തമാശയൊക്കെ പറഞ്ഞ് അവൻ ഗേറ്റിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്ന് അനങ്ങുന്നുകൂടിയില്ലായിരുന്നു. ഒരേ കിടപ്പ് തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ഒടുവിൽ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവനും അവളുടെ കൂടെ കയറി കിടക്കുന്നു. എന്നിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. ചില ദിവസങ്ങളിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടി അവൻ തറയിലാണ് കിടന്നുറങ്ങുന്നത്. ഒരു ദിവസം ഒരു ട്രീറ്റ് കൂടി എടുക്കാമോ എന്ന് അവൻ ഗേറ്റിനോട് ചോദിക്കുന്നു. എന്നാൽ ഇത്തവണയും അവൾ പണം ചിലവാക്കാൻ തയ്യാറായിരുന്നില്ല. അതോടുകൂടി അവൻ മാനസികമായിട്ട് വല്ലാതെ തകരാൻ തുടങ്ങി. തന്നെക്കൊണ്ട് ഇനിയും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വരെയായി. അത് മനസ്സിലാക്കിയതും ഗേറ്റ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നു. പിന്നീട് അവൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു ട്രീറ്റ് കൂടി എടുക്കാൻ അവൾ അവനോട് പറയുന്നു. എന്നാൽ അടുത്ത ട്രീറ്റിന് $25,000 ആയിരുന്നു ചിലവ്. എങ്കിലും അവൻ അത് എടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. പക്ഷേ ഇത്തവണ അവന് കിട്ടിയ ട്രീറ്റ് കണ്ട് അവർ ആകെ ഞെട്ടിപ്പോകുന്നു. എന്താണെന്ന് വെച്ചാൽ തുണിയില്ലാത്ത ഒരു പെണ്ണ് ഡോറ് തുറന്ന് അവൻ്റെ അടുത്തേക്ക് വരികയാണ്. സിമോൺ എന്നായിരുന്നു അവളുടെ പേര്. എന്നാൽ ഈ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് അവൾക്ക് ഒന്നും അറിയില്ല. ഒരു മാസം മുന്നെയാണ് അവളെ ബുക്ക് ചെയ്തത്. ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ അവളെ കൊണ്ട് കുറേ പേപ്പറിലൊക്കെ സൈൻ ചെയ്യിപ്പിച്ച് മേടിച്ചു. മാത്രമല്ല അവൾ ഒരു നടി കൂടിയാണ്. പിന്നെ 24 മണിക്കൂറത്തേക്കാണ് അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഗേറ്റിനാണെങ്കിൽ അവളെ കണ്ടത് നല്ല ദേഷ്യം വരുന്നു. ശേഷം മൈക്കിനോട് അവൻ്റെ ഡ്രസ്സ് ഊരി അവൾക്ക് കൊടുക്കാൻ പറയുന്നു. കൊടുക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ. അന്നേരമാണ് അവിടെ മൈക്ക് നേരത്തെ വരച്ച ചിത്രം സിമോൺ കാണുന്നത്. അവൾക്ക് അതൊക്കെ വലിയ ഇഷ്ടമാകുന്നു. എന്നാൽ ഇതൊന്നും ഗേറ്റിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രിയായി. നിങ്ങൾ രണ്ടുപേരും ബെഡിൽ കിടന്നോളൂ, ഞാൻ തറയിൽ കിടന്നോളാമെന്ന് അവൻ പറയുന്നു. എന്നാൽ സിമോൺ അതിന് സമ്മതിക്കുന്നില്ല. അവൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കിടന്നോളൂ, അതുവരെ ഞാൻ ഇവിടെ എഴുന്നേറ്റ് ഇരുന്നോളാം. പക്ഷേ ഗേറ്റിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒടുവിൽ 3 പേരും ഒരുമിച്ച് കിടക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഗേറ്റ് നടുക്കും മറ്റവർ രണ്ടുപേരും അപ്പുറവും ഇപ്പുറവുമായിട്ട് കിടക്കുന്നു. അത് കാരണം ഗേറ്റിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ നേരം വെളുത്തു. ഗേറ്റ് നോക്കുമ്പോൾ സിമോണിനെ അവിടെ കാണുന്നില്ല. ആ പെണ്ണ് തിരികെ പോയി കാണുമെന്ന് കരുതി അവൾ ബാത്റൂമിലേക്ക് വന്നപ്പോൾ ദേ അവൾ കുളിച്ചുകൊണ്ട് നിൽക്കുന്നു. അതുകൂടി കണ്ടപ്പോൾ ദേഷ്യം കാരണം അവൾക്ക് വട്ടുപിടിക്കുന്ന അവസ്ഥയായി. പിന്നീട് അവളും ഒരു ട്രീറ്റ് എടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇത്തവണ ഗേറ്റിന് കിട്ടിയത് 3 ക്യാൻഡീസ് ആയിരുന്നു. അതും ഫൺ ക്യാൻഡീസ്. അവർ 3 പേരും കൂടി അത് തുല്യമായിട്ട് വീതിച്ചെടുക്കുന്നു. എന്നാൽ അത് കഴിച്ചതും ഉടനെ തന്നെ 3 പേരുടെയും കിളി പോകുന്നു. ഈ കഞ്ചാവൊക്കെ അടിച്ച് കിളി പോകുന്ന ഒരു അവസ്ഥയില്ലേ, അങ്ങനെ തന്നെ. ഒന്നിനെക്കുറിച്ചും ഒരു ബോധവും ഉണ്ടായിരുന്നില്ല. ബോധമില്ലാതെ 3 പേരും കൂടി എന്തൊക്കെയാണോ അവിടെ കാട്ടിക്കൂട്ടുന്നത്. അവസാനം 3 പേരും കൂടി തറയിലേക്ക് വീഴുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ മൈക്കിന് എന്തൊക്കെയോ ഹാലൂസിനേഷൻ പോലെ തോന്നുന്നു. അവൻ ഇരിക്കുന്ന ബെഡ് മുഴുവൻ ബ്ലഡ് ആകുന്നത് പോലെയും ആരോ തന്നെ പിടിച്ച് വെള്ളത്തിലേക്ക് വലിച്ചിടുന്നത് പോലെയും ഒക്കെ അവന് തോന്നാൻ തുടങ്ങി. മാത്രമല്ല വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് മരിച്ചുപോയ തൻ്റെ ബ്രദറിനെ അവൻ കാണുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ സിമോണും ഗേറ്റും വന്ന് അവനെ യാഥാർത്ഥ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നു. എന്നിട്ടും അവന് ആ ഷോക്ക് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. തൻ്റെ അനിയൻ മുങ്ങിത്താഴുന്നത് കണ്ടുവെന്നാണ് അവൻ ഇപ്പോഴും പറയുന്നത്. ഗേറ്റാണെങ്കിൽ അവനെ പെട്ടെന്ന് തന്നെ ബെഡിലേക്ക് കിടത്തുന്നു. എന്നിട്ട് അവൻ ഉറങ്ങുന്നത് വരെ അവൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് അവനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞതും സിമോൺ ഷോണിനെ പറ്റി ഗേറ്റിനോട് ചോദിക്കുന്നു. മൈക്കിൻ്റെ അനിയനായിരുന്നു ഷോൺ. കുഞ്ഞുനാളിൽ ഒരിക്കൽ പേരൻസ് ഷോണിനെ മൈക്കിനെ ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് പോയി. പക്ഷേ ഏതോ ഒരു സമയത്ത് മൈക്ക് അറിയാതെ ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഷോൺ അവിടെയുള്ള പൂളിൽ മുങ്ങി മരിക്കുകയായിരുന്നു. താൻ കാരണമാണല്ലോ തൻ്റെ അനിയൻ മരിച്ചതെന്ന ഒരു കുറ്റബോധമാണ് അവൻ്റെ മനസ്സിൽ എപ്പോഴും. നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയെന്ന് സിമോൺ ചോദിക്കുന്നു. അത് ഒരു മഴയുള്ള ദിവസമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ കുടയുണ്ടായിരുന്നില്ല. കുടയില്ലാതെ ഞാൻ മഴ നനഞ്ഞു പോകുമ്പോഴാണ് മൈക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അവിടെ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അങ്ങനെ അന്ന് രാത്രിയായി. മൈക്കിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവൻ അടുത്തേക്ക് വന്നതും കുഞ്ഞുനാളിൽ തൻ്റെ അമ്മ മരിച്ചുപോയ കാര്യമെല്ലാം സിമോൺ അവനോട് പറയുന്നു. 2 പേർക്കും അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതാണ്. മൈക്കിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി സിമോൺ അവൻ്റെ കയ്യിലേക്ക് പിടിക്കുന്നു. ഇത് കണ്ടുകൊണ്ടാണ് ഗേറ്റ് അങ്ങോട്ട് വരുന്നത്. അവൾക്ക് അത് കണ്ട് നല്ല ദേഷ്യം വരുന്നു. ഗേറ്റിൻ്റെ വിചാരം സിമോൺ മൈക്കിനെ തട്ടിയെടുക്കാൻ നോക്കുന്നുവെന്നാണ്. സിമോൺ പറയുന്നു, ഞങ്ങളിവിടെ വെറുതെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഗേറ്റ് ചോദിക്കുന്നു, സാധാരണ നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും കയ്യിൽ പിടിക്കാറുണ്ടോ? ഞങ്ങളിവിടെ ഇരുന്ന് ഷോണിൻ്റെ കാര്യം പറയുകയായിരുന്നു. എന്നാൽ ഗേറ്റ് അതൊന്നും വിശ്വസിക്കുന്നില്ല. അതോടെ ഗേറ്റും സിമോണും തമ്മിൽ വഴക്കിടാൻ തുടങ്ങി. 2 പേരും ഒന്ന് നിർത്തുന്നുണ്ടോ? അത് പറഞ്ഞ് അവൻ പോയി കിടന്നുറങ്ങുന്നു. അങ്ങനെ നേരം വെളുത്തു. മൈക്കിനാണെങ്കിൽ എന്തോ ഒരു വയ്യാഴിക പോലെയുണ്ട്. എന്നാൽ ഗേറ്റിൻ്റെ ശ്രദ്ധ മറ്റൊന്നിലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവിടെ സിമോൺ ഉണ്ടായിരുന്നില്ല. അവൾ പോയി. എന്നാൽ പോകുന്നതിന് മുന്നേ ചുവരിൽ എന്തോ എഴുതി വെച്ചിട്ടാണ് അവൾ പോയത്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു രാത്രി സമ്മാനിച്ചതിന് മൈക്കിനോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പാണ്. അത് കണ്ടതും ഗേറ്റിന് ആകെ ദേഷ്യം വരുന്നു. താനൊന്നും ചെയ്തിട്ടില്ല എന്ന് മൈക്ക് എത്ര പറഞ്ഞിട്ടും അവൾ അതൊന്നും കേൾക്കുന്നതേയില്ല. ആ ദേഷ്യത്തിൽ അവൾ മൈക്കിനെ പിടിച്ചൊരൊറ്റത്തള്ള്. എന്നാൽ അവൻ്റെ തല ചെന്ന് ചുവരിൽ ഇടിച്ചിട്ട് ബ്ലഡ്
ബ്ലഡ് വരാൻ തുടങ്ങി. അതുകൂടിയായപ്പോൾ അവൻ ഗേറ്റിനോട് ചൂടാകാൻ തുടങ്ങി. ഇത്രയും വർഷമായിട്ടും ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടോ? എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയല്ല ഞാൻ നിന്നെ നോക്കി. നീ കാരണം എൻ്റെ പണക്കാരായ കൂട്ടുകാരെ പോലും ഞാൻ ഒഴിവാക്കി. കാരണം നിനക്ക് അവരെ ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ കോളേജ് പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും നീ എന്നോട് എന്താണ് കാണിക്കുന്നത്? ഇതെല്ലാം കേട്ട് അവൾ കരഞ്ഞുകൊണ്ട് അവനോട് മാപ്പ് പറയുന്നു. പക്ഷേ പെട്ടെന്നാണ് അവന് നല്ല രീതിയിൽ വേദന തോന്നുന്നത്. എനിക്കൊരു ഡോക്ടറെ കാണണം. എന്നാൽ ഗേറ്റ് ആണെങ്കിൽ അവന് കുടിക്കാൻ വേണ്ടി ആ ഷേക്ക് എടുത്ത് കൊടുക്കുന്നു. പിന്നീട് തുണി കൊണ്ട് ബ്ലഡ് തുടച്ചു കൊടുക്കുന്നു. എന്നാൽ അവൻ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിട്ടും അവൾ അതിന് സമ്മതിക്കുന്നില്ല. അത് പറ്റില്ല, നമുക്ക് അവർ മെഡിക്കൽ അലവൻസ് തന്നിട്ടില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് സമ്മാനത്തുക വാങ്ങണം എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു. അവൾ ആ പറഞ്ഞത് അവന് ശരിക്കും വിഷമമുണ്ടാക്കുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞതും അവൻ്റെ മുറിവിൽ നിന്ന് ബ്ലഡ് പോകുന്നത് നിൽക്കുന്നു. പക്ഷേ അവന് ഒരു നിമിഷം പോലും ഇനി അവിടെ നിൽക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം പണത്തിനു വേണ്ടി അവന് എന്ത് പറ്റിയാലും അവൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും അവന് അവിടെ നിൽക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. എന്നാൽ ഗേറ്റിനോട് വരാൻ പറഞ്ഞിട്ടും അവൾ അതിന് തയ്യാറാകുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ പോകരുത്, ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. പക്ഷേ പോകാൻ തന്നെയാണ് അവൻ്റെ തീരുമാനം. ആ ദേഷ്യത്തിന് അവൾ പോയി ആ തോക്ക് എടുത്തുകൊണ്ടുവന്ന് അവൻ്റെ നേരെ ചൂണ്ടുന്നു. ഇതൊന്നും ചെയ്യുന്നത് നീയല്ല, നിന്നെക്കൊണ്ട് ഈ മുറിയാണ് ഇത് ചെയ്യിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അവളെ മൈൻഡ് ചെയ്യാതെ അവൻ പോയി ആ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അങ്ങനെ 16 ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ അവൻ അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ആ മുറിയിൽ ഇപ്പോൾ ഗേറ്റ് ഒറ്റയ്ക്കായത് കാരണം പഴയതിനേക്കാൾ ഫ്രസ്ട്രേഷൻ ആയിരുന്നു അവൾക്ക്. അതോടെ അവൾ പതിയെ ഡിപ്രഷനിലേക്ക് പോകാൻ തുടങ്ങി. ഫുഡ് പോലും ശരിക്ക് കഴിക്കുന്നില്ല. ഡിപ്രഷൻ താങ്ങാനാവാതെ അവൾ ഉറക്കെ അലറി വിളിക്കുന്നുണ്ട്. ഒടുവിൽ വിജയിക്കാൻ വേണ്ടി വെറും 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ അവളും ഈ ഷോ ക്വിറ്റ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. അവനിങ്ങനെ ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് ഗേറ്റ് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് അവൻ കാണുന്നത്. ആ റൂമിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവർ ഇതുവരെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ വന്നതാ. അപ്പോൾ നിനക്ക് ആ പണം കിട്ടിയോ? എന്നാൽ അവൾ പെട്ടെന്ന് വിഷയം മാറ്റുകയാണ് ചെയ്തത്. നിങ്ങളുടെ അനിയത്തിക്ക് സുഖമാണോ? അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ അവിടെ നിന്ന് നടന്നു പോകുന്നു. മാത്രമല്ല ആ റൂമിൽ വെച്ച് ചെയ്തു കൂട്ടിയതിനെല്ലാം രണ്ടുപേരും പരസ്പരം മാപ്പ് പറയുന്നു. അങ്ങനെ അവർ നടന്നു പോകുമ്പോഴാണ് അവിടെയുള്ള ഒരു ബോർഡ് കാണിക്കുന്നത്. അവളുടെ അച്ഛൻ താമസിക്കുന്ന അഗതി മന്ദിരത്തിലുള്ള ഒരു ബോർഡാണത്. അതിലെഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേര് വെളിപ്പെടുത്താത്ത ആരോ ഒരാൾ കൊടുത്ത ഒരു സംഭാവന കൊണ്ട് അവിടെ ഒരു കിച്ചൺ പണിതിരിക്കുന്നു. ഒരുപക്ഷെ അത് ഗേറ്റ് കൊടുത്ത പണമാകാം. ചിലപ്പോൾ അവൾ ആ ഷോ വിൻ ചെയ്ത് കാണാം. പിന്നീട് കാണിക്കുന്നത് ഇതേ റൂമിലേക്ക് വരുന്ന മറ്റു 2 കപ്പിൾസിനെയാണ്. തുടക്കത്തിലുള്ള മൈക്കിനെയും ഗേറ്റിനെയും പോലെ അവരും ആകെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ കഥകൾ കേൾക്കുന്നതിനായിട്ട് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ.